ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഈ ഭാസ്കര പട്ടേലർ തുമ്മി പരാമർശം അല്ലെങ്കിൽ താരതമ്യം ഉണ്ടാവുന്നുണ്ട്. ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കാനാണെങ്കിലും അങ്ങനെ പറയുന്നത് ശരിയല്ല. എങ്കിൽ കൂടിയും CPIയുടെ പ്രവർത്തകരും ഈ നാണക്കേട് നേർക്കുനേർ മുഖാമുഖം നിന്ന് കാണുന്നുണ്ടല്ലോ. സമൂഹം അവരോട് ചോദിക്കുന്നുണ്ടാവില്ലേ സമാനമായ രീതിയിലുള്ള വാക്കുകളൊക്കെ? അപ്പോൾ ഈ വിട്ടുനിൽക്കൽ എനിക്കത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ശ്രീത്ത് റിപ്പോർട്ട് ചെയ്തതാണ് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നുള്ള കാര്യം. അത് നേരത്തെ തന്നെ CPIയുടെ ആലോചനയിൽ ഉണ്ടായിരുന്നതാണ്, മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കൊക്കെ മുന്നേ തന്നെ. ശ്രീത്ത് അല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിറയുന്ന ചർച്ചകളിൽ CPI പിന്നോട്ട് പോകും, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബിനോയ് വിശ്വം ആദ്യം കുറയ്ക്കും പിന്നെ പിന്മാറുമെന്നൊക്കെ, അത് അത്തരത്തിലുള്ള ഒരു ചില സംഭവങ്ങൾ, മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് CPI ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലുമൊക്കെ അപഹസിക്കുന്നത്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ PM ശ്രീ വിഷയത്തിൽ CPI ഉയർത്തിയ ഒരു പ്രതിരോധം, അതിന് പ്രതിഷേധം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഘടകകക്ഷി എന്ന നിലയിൽ ഉള്ള പരിമിതികളെല്ലാം ഉണ്ടെങ്കിൽ പോലും, അതും ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരാഴ്ചകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. ആ ഘട്ടത്തിലും രാഷ്ട്രീയമായ ഭവിഷ്യത്തുകൾ ആലോചിക്കാതെ ഈ PM ശ്രീ പദ്ധതി വർഗീയതയോട് സന്ധി ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് കീഴ്പ്പെടുന്നുവെന്ന് ഈ ഇടതുപക്ഷം പേർത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൽ ഇത്രയും കർശനമായൊരു നിലപാടെടുക്കാൻ CPIക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മുന്നണിയിൽ ഏതാണ്ട് CPI ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിക്കൊന്നും ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ല, ഒരു തരത്തിലുള്ള അവർക്ക് അതിനെക്കുറിച്ചുള്ള കെയറുമില്ല, അതിനെക്കുറിച്ച് അവർക്ക് കരുതലുമില്ല. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം CPIഎമ്മിന്റെ റാൻമൂടികളായി മാറി നിൽക്കുന്നുവെന്ന ആക്ഷേപം വരുമ്പോൾ CPI മാത്രമാണ് ഇപ്പോഴും നിമർന്നു നിന്ന് ഈ വിഷയത്തിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം, അവർക്ക് കീഴടങ്ങേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും പ്രതിഷേധം ഉയർത്തുക എന്നത് പോലും ഒരു സമരമാണ് എന്ന് പറയുന്നത്, അതായത് അത്തരത്തിലൊരു സമരം, ആ മാർഗം സ്വീകരിക്കാൻ CPIക്ക് കഴിയുന്നുണ്ട് എന്ന് ചെറിയ കാര്യമല്ല. എന്നാൽ ഈ നിലപാടുകളെല്ലാം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം CPIയെ തുറച്ചു നോക്കുകയാണ്. അത്തരമൊരു സമ്മർദ്ദം കൂടി പൊതുസമൂഹത്തിൽ നിന്ന് അവർക്കുണ്ട്. അതാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളിലും മറ്റുകൂടെ വരുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPI ഇപ്പോൾ കർശനമായ ഒരു സമീപനത്തിലേക്ക്, അതായത് ഒരു ടോക്കൺ പ്രതിഷേധം എന്ന നിലയിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാടിലേക്ക് CPI എത്തുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെന്ന് ആലോചിക്കാനാണ് നവംബർ 4-ന് CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. ശ്രീ തന്ന് തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു, കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നുള്ള കാര്യത്തിൽ. അത് ബഹിഷ്കരണം തന്നെയായിരുന്നു. ഇത് വിട്ടുനിൽക്കൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒഫീഷ്യലി കത്ത് നൽകിയുള്ള വിട്ടുനിൽക്കൽ തന്നെയാകുമോ? തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു, ഞങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന്. ശ്രീത്, ബിനോയ് വിശ്വം നേരത്തെ തന്നെ 2 കത്തുകൾ CPIഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഒന്ന് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റൊന്ന് LDFന്റെ കൺവീനർക്കുമാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിനൊപ്പം AKG സെന്ററിനെ അഡ്രസ് ചെയ്തൊരു കവറും ബിനോയ് വിശ്വത്തിന്റെ കയ്യിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കത്ത് ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്ന ഒരു കത്താണോ എന്ന കാര്യം വ്യക്തമല്ല. AKG സെന്ററിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കത്തും മറ്റ് ഫയലുകളും അടങ്ങുന്ന ഒരു പൊതിയുമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുന്ന അടക്കമുള്ള നിലപാടുകൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം അറിയിച്ചിട്ടുണ്ടാകാം. പിന്നീട് കൂടിക്കാഴ്ച നടത്തിയ CPIയുടെ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും GR അനിലും അറിയിച്ചിട്ടുണ്ടാകാം. അത്തരം അവർക്കൊക്കെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചിട്ടുണ്ടാകാം. കാരണം മന്ത്രിസഭാ യോഗത്തിൽ കഴിഞ്ഞ 22 നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് CPI മന്ത്രിമാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത്, അതിങ്ങനെ മാധ്യമങ്ങൾ കാണുന്നു, എന്താണ് നിജസ്ഥിതി എന്ന് ഞങ്ങൾക്കറിയണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രിയും CPIഎമ്മിന്റെ മന്ത്രിമാരും പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതേപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അതിന് സമാന്തരമായി തന്നെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ നീക്കം നടക്കുന്നു എന്നത് അവർക്ക് CPI മന്ത്രിമാർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്, അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വികാരവും അവർക്കുണ്ട്. അപ്പോൾ പാർട്ടിക്കൊക്കെ തുറഞ്ഞു പോകുന്ന വികാരം മാത്രമല്ല, അഭിമാനക്ഷതമേറ്റ 4 മന്ത്രിമാർ കൂടി CPIക്കുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് CPI ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നിലപാടിലേക്ക് വരുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ശ്രീത്ത്, ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും അത് തുറന്നു പറയുന്നത് PMSന്റെ കാര്യം ചൂണ്ടിക്കാണിട്ട് LDF നയം നടപ്പാക്കാനുള്ളതല്ല, LDF സർക്കാർ എന്നാണല്ലോ പറഞ്ഞു വെച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അങ്ങനെയെങ്കിൽ LDF എന്ന സംവിധാനം തന്നെ ഒരു പക്ഷേ പരിഹാസ്യമാവില്ലേ എന്ന് പാർട്ടി സെക്രട്ടറി തിരിച്ചു ചോദിക്കേണ്ടതുമാണ്. ഇവിടെ LDF കൺവീനർ പോലും അറിഞ്ഞില്ല ഇതിന്റെ വിശദാംശം എന്താണെന്ന് ഒന്നും അറിഞ്ഞില്ല. TP രാമകൃഷ്ണൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ കിടപ്പോൾ കഷ്ടം തോന്നി. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ LDF പോലും അറിയാത്ത ഒപ്പിട്ടതിൽ
LDF യോഗം കൂടി ബഹിഷ്കരിക്കുക എന്ന വിദൂരാലോചന CPI ക്കുണ്ടോ ശ്രീജിത്ത്? LDF യോഗം ബഹിഷ്കരിക്കുക എന്നത് ഒരു ജനാധിപത്യപരമായ സമരമാർഗമായി CPI ഈ ഘട്ടത്തിൽ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏത് വിഷയത്തിലാണ് CPI പ്രതിഷേധമുയർത്തുന്നത് എന്നത് പ്രശ്നമാണ്. PMC വിവാദം മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്തില്ല എന്ന കാര്യമാണ് CPI ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലുള്ള പ്രതിഷേധമാണ് CPI പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വിളിക്കുന്ന LDF യോഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായ രീതിയായിട്ട് വീക്ഷിക്കപ്പെടില്ല, കരുതപ്പെടില്ല. അതുകൊണ്ട് തന്നെ മുന്നണി യോഗം വിളിച്ചാൽ CPI പോകും. CPI പറയാനുള്ള കാര്യങ്ങൾ പറയാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് മുന്നണി യോഗത്തിലെ തീയതി ഇന്ന് നിശ്ചയിക്കുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഈ LDF യോഗത്തിന് ഡേറ്റ് തീരുമാനിക്കുമെന്ന് TP രാമകൃഷ്ണൻ കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നുണ്ട്. എങ്കിൽ പോലും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ LDFന്റെ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ LDF യോഗം കൂടി ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് മുന്നണിയെ വലിയ പൊട്ടിത്തെറിയിലേക്കും വലിയ പിളർപ്പിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു നിലപാട് ഈ ഘട്ടത്തിൽ CPIക്കില്ല. LDFൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുക, തെറ്റുതിരുത്തുക എന്ന സമീപനമാണ് ഇതുവരെയും CPI സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അല്പം മുമ്പ് പോലും നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.